ഇന്ത്യ എന്തിനാണ് റോഡിന്റെ ഇടതുവശം ചേർന്ന് വാഹനമോടിക്കുന്നത്? ഈ ചോദ്യം പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. നാം ദിവസവും റോഡിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. ഇന്ത്യയിൽ നാം റോഡിന്റെ ഇടതുവശം ചേർന്നാണ് എപ്പോഴും വാഹനമോടിക്കുന്നത്. എന്നാൽ ലോകത്തിലെ പല രാജ്യങ്ങളിലും വലതുവശം ചേർന്നാണ് വാഹനങ്ങൾ ഓടിക്കുന്നത്. അമേരിക്കയിലും യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും വലതുവശത്താണ് ഡ്രൈവിംഗ്. എന്തിനാണ് ഈ വ്യത്യാസമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനു പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. 2026 ഏപ്രിൽ മാസത്തിൽ നിൽക്കുമ്പോൾ നാം ഈ ചരിത്രം പരിശോധിക്കുകയാണ്. ഇന്ന് ലോകത്ത് വളരെ ആധുനികമായ വാഹനങ്ങൾ വന്നു കഴിഞ്ഞു. ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ പോലും പല രാജ്യങ്ങളിലും റോഡുകളിൽ ഇറങ്ങിത്തുടങ്ങി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ ഇന്ന് സാധാരണമാണ്. എന്നിട്ടും നമ്മൾ ഈ പഴയ ഗതാഗത നിയമങ്ങൾ തന്നെ തുടരുന്നു. ഇതിന്റെ യഥാർത്ഥ കാരണം അറിയാൻ നൂറുകണക്കിന് വർഷങ്ങൾ പിന്നിലേക്ക് പോകണം. കാറുകൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള കാലം നാം മനസ്സിലാക്കണം. അന്ന് കുതിരകളായിരുന്നു മനുഷ്യന്റെ പ്രധാന യാത്രാവാഹനം. പുരാതന കാലത്ത് ആളുകൾ കൂടുതലും കുതിരപ്പുറത്താണ് യാത്ര ചെയ്തിരുന്നത്. ലോകത്തിന്റെ ഭൂരിഭാഗം ആളുകളും വലതുകൈയന്മാരാണ്. അതായത് അവർക്ക് വലതുകൈക്കാണ് കൂടുതൽ ശക്തിയും വഴക്കവുമുള്ളത്. പഴയ കാലത്ത് യാത്രക്കാർക്ക് റോഡിൽ പലവിധ അപകടങ്ങളും നേരിടേണ്ടി വന്നിരുന്നു. കൊള്ളക്കാരുടെ ശല്യം അക്കാലത്ത് വളരെ കൂടുതലായിരുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണവും പതിവായിരുന്നു. അതിനാൽ യാത്രക്കാർ എപ്പോഴും കയ്യിൽ ഒരു വാളോ മറ്റ് ആയുധങ്ങളോ കരുതിയിരുന്നു. വലതുകൈ ഉപയോഗിച്ച് വാൾ വീശാനാണ് അവർക്ക് ഏറ്റവും എളുപ്പം. റോഡിന്റെ ഇടതുവശം ചേർന്ന് സഞ്ചരിച്ചാൽ ഒരു വലിയ ഗുണമുണ്ട്. എതിരെ വരുന്ന ശത്രുവിനെ വലതുകൈ കൊണ്ട് എളുപ്പത്തിൽ നേരിടാൻ കഴിയും. അതുപോലെ കുതിരപ്പുറത്ത് കയറുന്നതും ഒരു പ്രധാന കാര്യമാണ്. ഇടതുവശത്ത് നിന്ന് കുതിരപ്പുറത്ത് കയറാനാണ് ഭൂരിഭാഗം ആളുകൾക്കും എളുപ്പം. കുതിരയുടെ ഇടതുവശത്ത് നിന്ന് കയറുമ്പോൾ റോഡിന്റെ നടുവിലേക്ക് നിൽക്കേണ്ടി വരില്ല. റോഡിന്റെ അരികിൽ നിന്ന് തന്നെ സുരക്ഷിതമായി കുതിരപ്പുറത്ത് കയറാം. ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് പുരാതന കാലത്ത് ആളുകൾ ഇടതുവശം ചേർന്ന് സഞ്ചരിക്കാൻ തുടങ്ങിയത്. പുരാതന റോമൻ സാമ്രാജ്യത്തിലും ജനങ്ങൾ റോഡിന്റെ ഇടതുവശം ചേർന്നാണ് യാത്ര ചെയ്തിരുന്നത്. ചരിത്രകാരന്മാർ ഇതിന് വ്യക്തമായ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പഴയ റോമൻ നാണയങ്ങളിലും ചിത്രങ്ങളിലും ഇതിന്റെ സൂചനകളുണ്ട്. പുരാതന റോമിലെ റോഡുകളിൽ ഉന്തുവണ്ടികൾ പോയതിന്റെ പാടുകൾ പരിശോധിച്ചതിൽ നിന്നും ഇത് വ്യക്തമായിട്ടുണ്ട്. പിന്നീട് ലോകത്ത് കാര്യങ്ങൾ മാറിമറിഞ്ഞു. 18-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലും ഫ്രാൻസിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായി. കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാൻ അവർ വലിയ കുതിരവണ്ടികൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇത്തരം വലിയ വണ്ടികൾ വലിക്കാൻ ഒന്നിലധികം കുതിരകൾ വേണ്ടിയിരുന്നു. 6 കുതിരകളെയോ 8 കുതിരകളെയോ ഒക്കെ വലിയ വണ്ടിയിൽ കെട്ടിയിരുന്നു. ഈ വണ്ടികൾ ഓടിക്കുന്ന ആൾക്ക് ഇരിക്കാൻ വണ്ടിയിൽ പ്രത്യേക സീറ്റുകൾ ഉണ്ടായിരുന്നില്ല. വണ്ടി ഓടിക്കുന്ന ആൾ ഏറ്റവും പിന്നിലെ ഇടതുവശത്തുള്ള കുതിരയുടെ പുറത്താണ് ഇരിക്കുക. വലതുകൈ ഉപയോഗിച്ച് ചാട്ടവാർ വീശാൻ വേണ്ടിയാണ് അവർ ഇടതുവശത്തെ കുതിരപ്പുറത്ത് ഇരുന്നത്. ഇങ്ങനെ ഇടതുവശത്ത് ഇരിക്കുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ കൃത്യമായി കാണണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ വാഹനം റോഡിന്റെ വലതുവശം ചേർന്ന് ഓടിക്കാൻ തുടങ്ങി. ഇടതുവശത്ത് ഇരുന്ന് വലതുവശത്തു കൂടി ഓടിച്ചാൽ മാത്രമേ എതിരെ വരുന്ന വണ്ടികൾ തമ്മിൽ ഉരസാതെ നോക്കാൻ കഴിയൂ. ഫ്രാൻസിൽ നെപ്പോളിയൻ എന്ന ഭരണാധികാരി വലതുവശത്തു കൂടിയുള്ള യാത്ര കർശനമാക്കി. നെപ്പോളിയൻ കീഴടക്കിയ രാജ്യങ്ങളിലെല്ലാം ഈ പുതിയ നിയമം നടപ്പിലാക്കി. അങ്ങനെ യൂറോപ്പിലെ പല രാജ്യങ്ങളും വലതുവശം ചേർന്നുള്ള യാത്ര തുടങ്ങി. അമേരിക്കയിലും വലിയ കുതിരവണ്ടികൾ ഉപയോഗിച്ചിരുന്നതിനാൽ അവിടെയും വലതുവശത്തു കൂടിയുള്ള യാത്ര സാധാരണമായി മാറി. പിന്നീട് അവിടെ കാറുകൾ വന്നപ്പോഴും ഈ നിയമം തന്നെ തുടർന്നു. എന്നാൽ ബ്രിട്ടനിൽ കാര്യങ്ങൾ വേറെ ഒരു രീതിയിലായിരുന്നു. ബ്രിട്ടനിലെ റോഡുകൾ വളരെ വീതി കുറഞ്ഞവയായിരുന്നു. അമേരിക്കയിലെയും ഫ്രാൻസിലെയും പോലെ വലിയ കുതിരവണ്ടികൾ അവർക്ക് ആവശ്യമില്ലായിരുന്നു. ബ്രിട്ടീഷുകാർ വളരെ ചെറിയ കുതിരവണ്ടികളാണ് യാത്രയ്ക്ക് ഉപയോഗിച്ചത്. അതിൽ വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഇരിക്കാൻ പ്രത്യേക സീറ്റ് ഉണ്ടായിരുന്നു. ഈ സീറ്റ് വണ്ടിയുടെ വലതുവശത്താണ് കൂടുതലും സ്ഥാപിച്ചിരുന്നത്. വലതുവശത്ത് ഇരുന്നു കൊണ്ട് വലതുകൈ ഉപയോഗിച്ച് ചാട്ടവാർ വീശാൻ അതാണ് നല്ലത്. വലതുവശത്തിരിക്കുന്ന ഡ്രൈവർക്ക് എതിരെ വരുന്ന വാഹനങ്ങൾ വ്യക്തമായി കാണണമെങ്കിൽ വാഹനം റോഡിന്റെ ഇടതുവശം ചേർന്ന് ഓടിക്കണം. ഇതുകൊണ്ട് ബ്രിട്ടനിൽ എല്ലാവരും ഇടതുവശം ചേർന്ന് യാത്ര ചെയ്തു. 1835 ബ്രിട്ടനിൽ ഒരു പുതിയ ഹൈവേ നിയമം വന്നു. റോഡിന്റെ ഇടതുവശം ചേർന്ന് മാത്രമേ സഞ്ചരിക്കാവൂ എന്ന് ഈ നിയമം കർശനമാക്കി. ഇത് ലംഘിക്കുന്നവർക്ക് ഗവൺമെന്റ് വലിയ പിഴ ഈടാക്കി. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരണം തുടങ്ങിയതോടെ പല പുതിയ നിയമങ്ങളും അവർ കൊണ്ടുവന്നു. വാണിജ്യ ആവശ്യങ്ങൾക്കായി അവർ ഇന്ത്യയിൽ ഒട്ടേറെ പുതിയ റോഡുകൾ നിർമ്മിച്ചു. ബ്രിട്ടനിലെ ട്രാഫിക് നിയമങ്ങൾ അവർ ഇന്ത്യയിലും നടപ്പിലാക്കി. അങ്ങനെയാണ് ഇന്ത്യയിൽ റോഡിന്റെ ഇടതുവശം ചേർന്ന് വാഹനങ്ങൾ ഓടിക്കുന്ന നിയമം ആദ്യമായി വന്നത്. 1947 ഇന്ത്യക്ക് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി. എങ്കിലും ഇന്ത്യ ഈ ഡ്രൈവിംഗ് നിയമം മാറ്റിയില്ല. അതിന് വളരെ പ്രധാനപ്പെട്ട പല കാരണങ്ങളുണ്ട്. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴേക്കും ഇന്ത്യയിൽ വലിയ റോഡ് ശൃംഖലകൾ രൂപപ്പെട്ടിരുന്നു. ആയിരക്കണക്കിന് വാഹനങ്ങൾ അന്ന് ഇന്ത്യയിലെ റോഡുകളിൽ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം നിയമം മാറ്റിയാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും. ജനങ്ങൾക്ക് പുതിയ നിയമം പഠിക്കാൻ ഏറെ സമയം വേണ്ടിവരും. കൂടാതെ അന്ന് ഇന്ത്യയിലുള്ള വാഹനങ്ങളുടെ സ്റ്റിയറിംഗ് വലതുവശത്താണ് നിർമ്മിച്ചിരുന്നത്. ഇതെല്ലാം മാറ്റുന്നതിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. പുതിയ ഒരു രാജ്യത്തിന് അത് താങ്ങാൻ കഴിയുമായിരുന്നില്ല. ട്രാഫിക് സിഗ്നലുകളും റോഡിലെ അടയാളങ്ങളും എല്ലാം മാറ്റേണ്ടി വരും. അതിനാൽ ഇന്ത്യ പഴയ ബ്രിട്ടീഷ് നിയമം തന്നെ തുടർന്നു. ഇന്നും നാം അത് യാതൊരു മാറ്റവുമില്ലാതെ പിന്തുടരുന്നു. ഇന്ന് ലോകത്തെ 35% ആളുകളും റോഡിന്റെ ഇടതുവശം ചേർന്നാണ് വാഹനം ഓടിക്കുന്നത്. ബാക്കി 65% ആളുകൾ വലതുവശം ചേർന്നും വാഹനം ഓടിക്കുന്നു.
പഴയ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന രാജ്യങ്ങളിലാണ് കൂടുതലും ഇടതുവശത്തു കൂടിയുള്ള യാത്രയുള്ളത്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ദക്ഷിണാഫ്രിക്ക, കെനിയ തുടങ്ങി പല രാജ്യങ്ങളും ഇതിന് ഉദാഹരണമാണ്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നീ രാജ്യങ്ങളിലും ഇടതുവശത്തു കൂടിയാണ് യാത്ര. എന്നാൽ ജപ്പാൻ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രാജ്യമാണ്. ജപ്പാൻ ഒരിക്കലും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നില്ല. എങ്കിലും അവിടെയും റോഡിന്റെ ഇടതുവശം ചേർന്നാണ് യാത്ര ചെയ്യുന്നത്. ഇതിന് കാരണം തീവണ്ടികളാണ്. ജപ്പാനിൽ ആദ്യമായി റെയിൽവേ ശൃംഖല നിർമ്മിക്കാൻ ബ്രിട്ടീഷ് എഞ്ചിനീയർമാരാണ് സഹായിച്ചത്. അവർ ബ്രിട്ടനിലെ പോലെ ഇടതുവശത്തു കൂടിയുള്ള നിയമങ്ങൾ ജപ്പാനിലെ റെയിൽവേയിലും നടപ്പിലാക്കി. പിന്നീട് ജപ്പാനിൽ നിരത്തുകളിൽ കാറുകൾ വന്നപ്പോഴും ഇതേ നിയമം തന്നെ ജനങ്ങൾ തുടർന്നു. അങ്ങനെയാണ് ജപ്പാനിൽ ഈ രീതി നിലവിൽ വന്നത്. ചില രാജ്യങ്ങൾ തങ്ങളുടെ ഡ്രൈവിംഗ് നിയമങ്ങൾ പിന്നീട് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രശസ്തമായ സംഭവം നടന്നത് സ്വീഡനിലാണ്. 1967 സെപ്റ്റംബർ 3 സ്വീഡൻ തങ്ങളുടെ ഗതാഗത നിയമം പൂർണ്ണമായി മാറ്റി. അതുവരെ അവർ റോഡിന്റെ ഇടതുവശം ചേർന്നാണ് വാഹനം ഓടിച്ചിരുന്നത്. എന്നാൽ അവരുടെ അയൽരാജ്യങ്ങളായ നോർവേ, ഫിൻലാൻഡ് എന്നിവിടങ്ങളിൽ വലതുവശത്തു കൂടിയായിരുന്നു യാത്ര. ഇത് രാജ്യങ്ങളുടെ അതിർത്തികളിൽ വലിയ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാക്കി. സ്വീഡനിലെ ആളുകൾ കൂടുതലും ഉപയോഗിച്ചിരുന്നത് ഇടതുവശത്ത് സ്റ്റിയറിംഗ് ഉള്ള കാറുകളാണ്. എന്നാൽ അവർ റോഡിന്റെ ഇടതുവശം ചേർന്ന് ഓടിക്കുന്നത് വലിയ അപകടങ്ങൾ കൂട്ടി. എതിരെ വരുന്ന വാഹനങ്ങളെ കാണാൻ ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതിനാൽ നിയമം വലതുവശത്തേക്ക് മാറ്റാൻ സ്വീഡൻ ഗവൺമെന്റ് തീരുമാനിച്ചു. ഈ മാറ്റത്തിന് അവർ ഡാഗൻ എച്ച് എന്ന് പേരിട്ടു. ഡാഗൻ എച്ച് എന്നാൽ വലതുവശത്തേക്കുള്ള ദിവസം എന്നാണ് അർത്ഥം. ഇതിനായി ഗവൺമെന്റ് വലിയ ഒരുക്കങ്ങൾ നടത്തി. ജനങ്ങളെ ബോധവൽക്കരിക്കാൻ മാസങ്ങൾ നീണ്ട പ്രചാരണം നടത്തി. റോഡിലെ ബോർഡുകളും ദിശാസൂചകങ്ങളും അടയാളങ്ങളും എല്ലാം മാറ്റിവെച്ചു. സെപ്റ്റംബർ 3 പുലർച്ചെ കൃത്യം 5 മണിക്ക് എല്ലാ വാഹനങ്ങളും റോഡിന്റെ വലതുവശത്തേക്ക് മാറി. തുടക്കത്തിൽ ചില ചെറിയ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ടായെങ്കിലും പിന്നീട് അത് ശരിയായി. ഈ വലിയ മാറ്റം വളരെ വിജയകരമായിരുന്നു. സ്വീഡനിൽ റോഡ് അപകടങ്ങൾ കുറയാൻ ഇത് സഹായിച്ചു എന്ന് പഴയ റിപ്പോർട്ടുകൾ പറയുന്നു. സ്വീഡന്റെ ഈ മാറ്റം ലോക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2009 പസഫിക് സമുദ്രത്തിലെ ഒരു ചെറിയ ദ്വീപ് രാജ്യമായ സമോവ ഒരു പുതിയ മാറ്റം കൊണ്ടുവന്നു. അവർ തങ്ങളുടെ വലതുവശത്തു കൂടിയുള്ള യാത്ര മാറ്റി ഇടതുവശത്തു കൂടിയുള്ള യാത്രയാക്കി. സ്വീഡൻ ചെയ്തതിന്റെ നേരെ വിപരീതമായ കാര്യമാണ് സമോവ ചെയ്തത്. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് നോക്കാം. സമോവയ്ക്ക് സ്വന്തമായി വാഹനങ്ങൾ നിർമ്മിക്കാൻ കഴിയില്ല. അവർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കാറുകൾ ഇറക്കുമതി ചെയ്യണം. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് സമോവയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്നത്. അവിടെയെല്ലാം ഇടതുവശം ചേർന്നാണ് വാഹനം ഓടിക്കുന്നത്. അതിനാൽ അവിടെ വലതുവശത്ത് സ്റ്റിയറിംഗ് ഉള്ള കാറുകളാണ് ഉള്ളത്. ഇത്തരം കാറുകൾ സമോവയ്ക്ക് അവിടെ നിന്നും വളരെ വിലക്കുറവായി ലഭിക്കും. എന്നാൽ സമോവയിൽ വലതുവശം ചേർന്ന് ഓടിക്കുന്ന നിയമം ആയിരുന്നതിനാൽ അവർക്ക് അമേരിക്കയിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ കാറുകൾ വാങ്ങണമായിരുന്നു. ഇതിന് വലിയ യാത്രാ ചിലവും വാഹനങ്ങൾക്ക് വലിയ വിലയും വരും. ജനങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ പുതിയ കാറുകൾ വാങ്ങാൻ അവസരം ഒരുക്കാനാണ് ഗവൺമെന്റ് ഗതാഗത നിയമം മാറ്റിയത്. അങ്ങനെ സമോവ റോഡിന്റെ ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കുന്ന രാജ്യമായി മാറി. ഈ മാറ്റം നടപ്പിലാക്കുന്നതിന് മുമ്പ് രാജ്യത്ത് ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ബസ്സുകളുടെ വാതിലുകൾ മാറ്റേണ്ടി വരും എന്നതായിരുന്നു പ്രധാന പ്രശ്നം. എങ്കിലും മാറ്റം വളരെ വേഗത്തിൽ തന്നെ ജനങ്ങൾ സ്വീകരിച്ചു. സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ഒരു രാജ്യം ഡ്രൈവിംഗ് നിയമം മാറ്റിയതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും അടുത്തിടെ ഇത്തരം ചർച്ചകൾ സജീവമായി നടന്നിട്ടുണ്ട്. റുവാണ്ട, ബുറുണ്ടി എന്നീ രാജ്യങ്ങൾ റോഡിന്റെ വലതുവശം ചേർന്നാണ് വാഹനം ഓടിക്കുന്നത്. എന്നാൽ അവരുടെ അയൽരാജ്യങ്ങളായ കെനിയ, ഉഗാണ്ട, ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇടതുവശം ചേർന്നാണ് വാഹനം ഓടിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം എളുപ്പമാക്കാൻ എല്ലാവരും ഒരേ ഗതാഗത നിയമം പാലിക്കണമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ ഇത് സഹായിക്കും. അതുകൊണ്ട് റുവാണ്ടയും ബുറുണ്ടിയും ഭാവിയിൽ ഡ്രൈവിംഗ് നിയമം മാറ്റിയേക്കാമെന്ന വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഒരു രാജ്യത്തിന്റെ ഡ്രൈവിംഗ് നിയമം മാറ്റുന്നത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന കാര്യമാണ്. റോഡുകളുടെ ഡിസൈൻ പൂർണ്ണമായി മാറ്റണം. ട്രാഫിക് സിഗ്നലുകൾ മാറ്റണം. ലക്ഷക്കണക്കിന് ഡ്രൈവർമാർക്ക് പുതിയ രീതിയിൽ പരിശീലനം നൽകണം. പഴയ വാഹനങ്ങളുടെ ഘടനയിൽ മാറ്റം വരുത്തണം. അതിനാൽ പല രാജ്യങ്ങളും ഈ മാറ്റത്തിന് വേഗത്തിൽ തയ്യാറാകുന്നില്ല. വലിയ സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ഇത് എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കൂ. വാഹന നിർമ്മാണ കമ്പനികളെ സംബന്ധിച്ച് ലോകത്തെ ഈ 2 തരം നിയമങ്ങൾ വലിയ വെല്ലുവിളിയാണ്. അവർ കുറെ കാറിന്റെ തന്നെ 2 തരം മോഡലുകൾ നിർമ്മിക്കേണ്ടി വരുന്നു. അമേരിക്കൻ വിപണിക്ക് വേണ്ടി ഇടതുവശത്ത് സ്റ്റിയറിംഗ് ഉള്ള കാറുകൾ അവർ നിർമ്മിക്കണം. അതേസമയം ഇന്ത്യൻ വിപണിക്ക് വേണ്ടി വലതുവശത്ത് സ്റ്റിയറിംഗ് ഉള്ള കാറുകളും അവർ നിർമ്മിക്കണം. ഇത് കമ്പനികളുടെ ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കുന്നു. ഫാക്ടറികളിൽ ഇതിനായി പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കേണ്ടി വരുന്നു. കാറിന്റെ ഡാഷ്ബോർഡ്, പെഡലുകൾ, ലൈറ്റുകളുടെ ക്രമീകരണം എന്നിവയെല്ലാം ഇതിനനുസരിച്ച് മാറ്റണം. ലോകം മുഴുവൻ ഒരേ നിയമമായിരുന്നെങ്കിൽ വാഹനങ്ങളുടെ വില കുറയാൻ ഇത് സഹായിക്കുമായിരുന്നു. 2026 ഇന്നത്തെ ലോകം സാങ്കേതികമായി ഏറെ മുന്നേറിക്കഴിഞ്ഞു. ഇലക്ട്രിക് വാഹനങ്ങളും സ്വയം ഓടുന്ന വാഹനങ്ങളും ഇന്ന് നിരത്തുകളിൽ സാധാരണമായി മാറുകയാണ്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചാണ് പല പുതിയ കാറുകളും സുരക്ഷിതമായി സഞ്ചരിക്കുന്നത്. കാറുകളിലെ ക്യാമറകളും സെൻസറുകളും റോഡിലെ വിവരങ്ങൾ ശേഖരിക്കുന്നു. ഈ പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോഴും രാജ്യങ്ങളിലെ ഈ പഴയ ട്രാഫിക് നിയമങ്ങൾ വളരെ പ്രധാനമാണ്. സ്വയം ഓടുന്ന കാറുകളിൽ ഓരോ രാജ്യത്തിനും അനുയോജ്യമായ പ്രത്യേക സോഫ്റ്റ്വെയറുകൾ കമ്പനികൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇന്ത്യയിൽ വിൽക്കുന്ന സ്വയം ഓടുന്ന കാറുകൾ റോഡിന്റെ ഇടതുവശം ചേർന്ന് പോകാൻ തക്കവിധം പ്രോഗ്രാം ചെയ്തവയാണ്. അമേരിക്കയിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വലതുവശം ചേർന്ന് പോകാൻ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു.
അതിർത്തി കടക്കുമ്പോൾ നിയമം മാറുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ കാറുകൾക്ക് സ്വയം നിയമം മാറ്റാൻ കഴിയുന്ന സാങ്കേതികവിദ്യ ഇന്ന് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സാങ്കേതികവിദ്യ എത്രത്തോളം വളർന്നാലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുതിരപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന മനുഷ്യർ ഉണ്ടാക്കിയ നിയമങ്ങൾ ഇന്നും നമ്മെ നേരിട്ട് സ്വാധീനിക്കുന്നു. ചുരുക്കത്തിൽ ഇന്ത്യയിലെ ഡ്രൈവിംഗ് രീതിക്ക് പിന്നിൽ കേവലം ഒരു നിയമം മാത്രമല്ല ഉള്ളത്. മനുഷ്യന്റെ ശാരീരിക പ്രത്യേകതകൾ മുതൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വാണിജ്യ താല്പര്യങ്ങൾ വരെ ഇതിന് കാരണമായിട്ടുണ്ട്. ഒരു വലിയ രാജ്യം എന്ന നിലയിൽ ഇന്ത്യക്കിനി ഈ നിയമം മാറ്റുക എന്നത് അസാധ്യമായ കാര്യമാണ്. കോടിക്കണക്കിന് വാഹനങ്ങളും ജനങ്ങളുമുള്ള ഇന്ത്യയിൽ ഇത്തരമൊരു മാറ്റം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതിനാൽ വരും കാലങ്ങളിലും ഇന്ത്യയിലെ നിരത്തുകളിൽ വാഹനങ്ങൾ റോഡിന്റെ ഇടതുവശം ചേർന്ന് തന്നെയാകും സഞ്ചരിക്കുക. ചരിത്രം എപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി തുടരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യയിലെ ഈ ഗതാഗത നിയമം. ഭാവിയിൽ പറക്കുന്ന കാറുകൾ വന്നാലും ആകാശത്തവ ഏതു വശം ചേർന്ന് പറക്കണം എന്ന് തീരുമാനിക്കുന്നത് ഒരുപക്ഷെ ഈ പഴയ കുതിരവണ്ടിക്കാരുടെ നിയമങ്ങൾ തന്നെ ആയിരിക്കും.